തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ടി.വി.കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ കേസ്. റോഡ് ഷോയ്ക്കിടെ ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി 5 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. എന്നാൽ പോലീസിനെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് എം.കെ. സ്റ്റാലിൻ തന്നെയെന്ന വിമർശനവുമായി ടി.വി.കെ രംഗത്ത് വന്നു. പെരുമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം കൊളത്തൂരിലേക്കുള്ള യാത്രയ്ക്കിടെ നടത്തിയ റോഡ് ഷോയെ ചൊല്ലിയാണ് പുതിയ വിവാദം. യാത്രയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടന്നുവെന്നാണ് കണ്ടെത്തൽ. ഫ്ലൈയിംഗ് സ്ക്വാഡ് ഓഫീസർ നൽകിയ പരാതിയിൽ പെരവല്ലൂർ പോലീസാണ് വിജയ്ക്കെതിരെ കേസെടുത്തത്. പൊതുവഴി തടഞ്ഞു, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, നിയമവിരുദ്ധമായി സംഘടിച്ചു തുടങ്ങി 5 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 30 ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിച്ചതും 5000-ലധികം ആളുകൾ സംഘടിച്ചതും അനുവദിച്ചതിലും അധികമാണ്. കൂടാതെ ആംബുലൻസിന് വഴിമുടക്കുകയും ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്. അതേസമയം കേസിൽ DMK-യുമായി പുതിയ പോർമുഖം തുറക്കുകയാണ് ടി.വി.കെ. തെരഞ്ഞെടുപ്പ് കാലത്തും പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണെന്നാണ് ആരോപണം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് controlled by former Chief Minister Mr. M.K. Stalin. Kolattur because Mr. M.K. Stalin don't want to allow anyone to campaign in their own constituency. That's why they filed FIR today. വിജയുടെ പ്രചാരണത്തിന് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടുവെന്നും അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ടി.വി.കെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.